ലേബർ റൂമിന് മുന്നിൽ നിൽക്കുന്ന ആൽഫിക്ക് മനസ്സും ശരീരവും ഒരുപോലെ വിറച്ചു. ആലിയെ കൊണ്ട് വന്ന ഉടനെ അങ്ങോട്ട് കയറ്റിയതാണ്. ഡോക്ടറും ഇപ്പോൾ അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്തില്ല എങ്കിലും പഠനം പൂർത്തിയാക്കിയ ആളെന്ന നിലയിൽ ഇപ്പോൾ അല്ലിക്ക് പ്രഷർ വളരെ കൂടുതലാണെന്നും കോംപ്ലിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ സി സെക്ഷൻ വേണ്ടി വന്നേക്കുമെന്നൊരു ധാരണയുണ്ട് ആൽഫിക്ക്. അതിൻ്റെ ടെൻഷൻ ആവോളമുണ്ട് താനും. മോനി എന്തായടാ, ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞു? ഓടിക്കയറി വന്ന സെലിൻ വെപ്രാളത്തോടെ തിരക്കി. ഒന്നും പറഞ്ഞിട്ടില്ല ആൻറ്റി. ഷെറിൻ ഡോക്ടർ ഇപ്പോൾ അകത്തേക്ക് പോയിട്ടേ ഉള്ളൂ. കലങ്ങി ചുവന്ന കണ്ണുകളോടെ നിന്ന ആൽഫി ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കർത്താവ് കൂടെയുണ്ട്, നീ വിഷമിക്കാതെ ഇരിക്കേ. തളർന്നു നിൽക്കുന്നവൻ്റെ കൈകളിൽ പിടിച്ച് ആശ്വാസം പകരുമ്പോൾ ദൈവം തമ്പുരാൻ ആൽഫി ഇനിയും പരീക്ഷിക്കില്ല എന്ന് സ്വയം ആശ്വാസം കൊള്ളുകയായിരുന്നു സെലിനും. ആൽഫി വായിങ് വന്നിരിക്കടാ, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിന്നാൽ പറ്റില്ല. ആൽഫിയെ ചേർത്ത് പിടിച്ച് ബിനു വെയിറ്റിംഗ് ഏരിയയിലെ കസേരയെ കൊണ്ടിരുത്തുമ്പോൾ സെലിനാവട്ടെ ബിന്ദുവിൻ്റെ അടുത്തും ചെന്നിരുന്നു. ആ തള്ളയും തന്തയും കൂടെ വന്ന് കൊച്ചിനെ ഈ അവസ്ഥയിലാക്കിയപ്പോൾ നിങ്ങൾക്ക് അതുങ്ങളെ ഇറക്കിവിടാൻ പാടില്ലായിരുന്നു ചേട്ടത്തി. സെലിൻ രോഷത്തോടെ മറിയോട് തിരക്കി. ആ സ്ത്രീ കുഞ്ഞിൽ അവകാശം സ്ഥാപിക്കാൻ വന്നതാണെന്ന് ആരും അറിഞ്ഞില്ലല്ലോ സെലിൻ. കണ്ണുമുഖം അമർത്തി തുടച്ചുകൊണ്ട് ബിന്ദുവാണ് മറുപടി പറഞ്ഞത്. ഇനിയിപ്പോൾ രണ്ടാൾക്കും കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങ് കിട്ടിയാൽ മതി എൻ്റെ ഈശോയെ, സെലിൻ പ്രാർത്ഥനയോടെ പറഞ്ഞു. ഒന്നും ഉണ്ടാവില്ല, ഇനി ആ കുഞ്ഞുങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കില്ല മാതാവ്, മറിയച്ചേട്ടത്തിയും പറഞ്ഞു. സെലിൻ തിരിഞ്ഞ് ആൽഫി ഇരിക്കുന്നിടത്തേക്ക് നോക്കി. കലങ്ങിയ കണ്ണുകളുമായി ആ വാതിൽക്ക് നോക്കിയിരിക്കുന്ന അവനെ കാണി അവർക്ക് കണ്ണുകൾ നിറഞ്ഞുപോയി. പ്രവേട്ടൻ കേട്ടില്ലേ അവരുടെ അധികാരം സ്ഥാപിക്കൽ? എനിക്കങ്ങനെ ദേഷ്യം വന്നതെന്നറിയോ? നമ്മുടെ കുഞ്ഞല്ലേ അത്. ആ ആൽഫിയുടെ വർത്തമാനം കേട്ടാൽ ആ കുഞ്ഞിൻ്റെ അച്ഛൻ അവനാണെന്ന് തോന്നും. ആൽഫിയുടെ വീട്ടിൽ നിന്ന് തിരികെ അരമന വീട്ടിലെത്തിയിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ ഇരിക്കുന്ന പ്രഭാകരനെ കാണി ദേഷ്യത്തോടെ വനജ പറഞ്ഞു. അപ്പോഴും അയാൾ ഒന്നും മിണ്ടാതെ ആ ഇരിപ്പിരുന്നു. പ്രവേട്ട, നിങ്ങൾ എന്തേലും പറയും, ഇതെന്താ മൂങ്ങിയെപ്പോലെ ഒന്ന് മിണ്ടാതിരിക്കുന്നേ? അയാളുടെ ചുമലിൽ പിടിച്ചൊന്ന് കുലുക്കിക്കൊണ്ട് വനജ പറഞ്ഞു. ഒന്ന് നിർത്ത് വനജെ, എനിക്ക് നിന്നോട് ഒന്ന് പറയാൻ വയ്യ. പറഞ്ഞാൽ അത് കൂടുതലായിപ്പോവും. അവരുടെ കൈ തട്ടിമാറ്റി എഴുന്നേറ്റുകൊണ്ട് അയാൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇത്രയും ദേഷ്യം വരാൻ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? എൻ്റെ മകൻ്റെ കുഞ്ഞിനെ ആദ്യം കൈവീട്ടി വാങ്ങണമെന്നത് എൻ്റെ അവകാശമാണ്, കിതപ്പോടെ അവർ പറഞ്ഞു. നീ നീ ഒരു അമ്മയാണോ? പോട്ടെ, ഒരു സ്ത്രീയെങ്കിലും ആണോ? നിന്റെ മോൻ്റെ ഭാര്യയും കുഞ്ഞും എങ്ങനെയാണ് മറ്റൊരാളുടേത് ആയതെന്ന് ഒന്ന് ഓർത്തു നോക്കടി. ഈ വീട്ടിൽ നിന്ന് അവൾ ഏത് സാഹചര്യത്തിലാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്നും നിനക്കും എനിക്കും നല്ലോണം അറിയാം. അത് കഴിഞ്ഞ് അവൾ 6 മാസത്തോളം അവളുടെ വീട്ടിലൊരു അഭയാർത്ഥിയെ പോലെ കഴിഞ്ഞു. അന്ന് നിനക്ക് അവളെയും കുഞ്ഞിനെയും കാണാൻ തോന്നിയില്ല. അവകാശം സ്ഥാപിക്കേണ്ട. ഇപ്പോൾ എന്തേ ആ കുഞ്ഞ് പുറത്തു വരാനായപ്പോൾ പെട്ടെന്ന് സ്നേഹം കൂടിയോ? അടക്കാൻ കഴിയാത്ത ദേഷ്യത്താൽ അയാൾ പൊട്ടിത്തെറിച്ചു. അന്ന് പോയാൽ അവൾക്ക് അത് ഇഷ്ടമാവില്ലെന്ന് തോന്നി, അതാ പോവാതെ ഇരുന്നത്. അയാളുടെ ദേഷ്യം കണ്ടിട്ടോ എന്തോ ഇത്തവണ ആളുടെ ശബ്ദം ഒന്ന് താഴ്ന്നു. എടി, ഒരു ഭാര്യ സ്വപ്നത്തിൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത, സഹിക്കാൻ കഴിയാത്ത ഒരു കാഴ്ച കണ്ട് തകർന്നാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത് കഴിഞ്ഞ് ഞാൻ അല്ലെ കാണാൻ പോയപ്പോഴൊക്കെ നിന്നെയും കൂടെ കൂട്ടാൻ ശ്രമിച്ചു, നീ വന്നില്ല. എന്നിട്ട് ഇന്ന് നീ കൂടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കണമായിരുന്നു നീ വനജയാണെന്ന്. അതാലോചിക്കാതെ എടുത്തു ചാടി നിന്നെയും കൂടെ കൂട്ടിയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. കയ്യിൽ തലയും താങ്ങി കുനിഞ്ഞിരിക്കുമ്പോൾ വേദനയോടെ പറഞ്ഞു. പ്രവേട്ടൻ കൂടുതൽ പറയണ്ട. അവൾക്ക് വിനുവിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നെന്ന് എനിക്കിന്ന് മനസ്സിലായി. ആ ചെറുക്കം വന്നപ്പോഴുള്ള അവളുടെ മുഖത്തിൻ്റെ തെളിച്ചും സന്തോഷമൊക്കെ കണ്ടില്ലേ? മുഖം ചൊളിച്ചുകൊണ്ട് വനജ പറയുന്ന കേൾക്കെ ഇവളെ എന്തോ ചെയ്യാൻ എന്ന പോലെ അയാൾ ദയനീയമായി അവർ നോക്കി. എടാ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ഒന്നുമില്ലെങ്കിലും നീ ഒരു ഡോക്ടറല്ലേ. ഇപ്പോഴത്തെ കാലത്ത് ഒരു സി സെക്ഷൻ എന്നൊക്കെ പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വാവ നിന്റെ കയ്യിൽ എത്തില്ലേ? അലിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞ നിമിഷം കൂടുതൽ തളർന്നു പോയവനെ ആശ്വസിപ്പിക്കുകയാണ് ബിനോയ്. എത്രയൊക്കെ ഡോക്ടറാണെന്ന് പറഞ്ഞാലും നമുക്ക് പ്രിയപ്പെട്ടവരെ കീറി മുറിക്കുന്നത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. പിടയുന്ന ഹൃദയത്തോടെ ആൽഫി കണ്ണുകൾ മുറുകെ അടച്ചിരുന്നു. അല്ലിമ്മ. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ തുറന്നതും ആകാംക്ഷയോടെ ഓടിയെത്തിയ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി കാത്തിരിക്കുന്ന കുറേയേറെ പേരെ നോക്കിക്കൊണ്ട് ആ മാലാഖ തിരക്കി. ഞാനാണ്. ആൽഫി എല്ലാവരെയും വകഞ്ഞു മാറ്റി കുറച്ചുകൂടെ മുന്നിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു. സർജറി കഴിഞ്ഞിട്ടോ, പേടിക്കാനൊന്നുമില്ലെന്ന് പറയാൻ ഡോക്ടർ പറഞ്ഞു. കുഞ്ഞിനെ ഇപ്പോൾ കൊണ്ടുവരും. ചെറുചിരിയോടെ അവർ മൊഴിഞ്ഞതും ആൽഫി നെഞ്ചിൽ കൈയമർത്തി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു. മോനോ മോളോ എന്ന് പറഞ്ഞു ആൽഫി മോനെ, മറിയച്ചേട്ടത്തി ആകാംക്ഷയോടെ തിരക്കി. മോനായാലും
മോളായാലും സാരമില്ല ചേട്ടത്തി, കുഴപ്പമൊന്നുമില്ലാതെ രണ്ടും രണ്ടായല്ലോ. സെലിൻ സന്തോഷത്തോടെ പറഞ്ഞു. ഇനിയാണ് ആൻറ്റി കുറേയേറെ ദിവസം എൻ്റെ ഉമ്മ വേദന തിന്നേണ്ടത്. ആ മുറിവ് കരിയോളം ഒന്ന് തുമ്മാനും ചുമയ്ക്കാനും പോലും പേടിക്കണം, ആൽഫി സങ്കടത്തിൽ പറഞ്ഞു. ആൽഫി, ഇതാ നിന്റെ മോനെ പിടിച്ചോ. മോൻ്റെ അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ മോനെ കണ്ടിട്ട് ഇങ്ങ് തന്നേക്ക് കേട്ടോ. 2 ദിവസം എന്നെ സിവിൽ വെച്ചേക്കാം. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി വന്ന ഡോക്ടർ ഷെറിൻ വെളുത്ത ടർക്കിയിൽ പൊതിഞ്ഞെടുത്ത ആ കുഞ്ഞു ജീവനെ ആൽഫിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. മോനാണ് ഡോക്ടറെ. 2 കൈയും നീട്ടി ആ കുഞ്ഞു ജീവനെ നെഞ്ചോട് ചേർക്കുമ്പോൾ ഇടറുന്ന ശബ്ദത്തിൽ അവൻ തിരക്കി. മോനാണ്. അവർ ഒരു ചിരിയോടെ അവൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പായിയുടെ പൊന്നാണ് കേട്ടോ. പഞ്ഞിപോലെ മൃദുവായ ആ തൂനെറ്റിയിൽ ചുണ്ടു ചേർത്തുകൊണ്ടവൻ ആ ജീവനെ ഒരു നിമിഷം നെഞ്ചോട് ചേർത്ത് വെച്ചു. ആൻറ്റി കണ്ടോ എൻ്റെ മോൻ, നോക്കിയേ പഞ്ഞിമിഠായി പോലെ ഉണ്ടല്ലേ, പറഞ്ഞുകൊണ്ട് അടുത്തുനിന്ന് എത്തിക്കുത്തിയൊക്കെ നോക്കുന്ന സെലിനും ബിന്ദുവിനും മറിയയ്ക്കുമൊക്കെ കാണാനായി കുഞ്ഞിച്ചക്കനെ താഴ്ത്തിപ്പിടിച്ചു കാണിച്ചു കൊടുത്തു ആൽഫി. എൻ്റെ മക്കൾക്ക് ഒരു കുഴപ്പവുമില്ലാതെ നീ കാത്തല്ലോ എൻ്റെ മഹാദേവ, അത് മതി. നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥനയോട് ബിന്ദു പറഞ്ഞു. ഒപ്പം നിറമിഴി തുടച്ചുകൊണ്ട് കുഞ്ഞിച്ചക്കൻ്റെ ചുരുട്ടിപ്പിടിച്ച കുഞ്ഞിക്കൈയിൽ മൃദുവായി ഒന്ന് മുത്തി. മതി കേട്ടോ ആൽഫി മോനെ, ഇങ്ങ് കൊടുത്തേക്ക്, ഇനി പിന്നീട് കാണാം, ഷെറിൻ ഒരു ചിരിയോടെ പറഞ്ഞു. മോനെ കൊടുത്തേക്കാൻ ഷെറിൻ പറഞ്ഞതും ആൽഫിയുടെ മുഖമൊന്ന് മങ്ങി. വിഷമിക്കണ്ടടോ ആൽഫി, കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ തന്നെ മോനെ തന്നേക്കാം, ഷെറിൻ പറഞ്ഞതിന് തലയാട്ടിക്കൊണ്ട് ആൽഫി മോനെ ഒന്നുകൂടെ മുത്തി ഒരു നിധി കൈ മാറുന്ന അത്ര സൂക്ഷ്മതയോടെ കുഞ്ഞിനെ അവരെ തിരികെ ഏൽപ്പിച്ചു. ആ നിമിഷം ആ പൈതലിൽ നിന്ന് അകലെ ആവാത്ത വിധം അവൻ്റെ മനസ്സും വേദനിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു, അമ്മയും കുഞ്ഞിനെയും കയ്യിൽ കിട്ടാനുള്ള മധുരമേറിയ സുഖമുള്ള കാത്തിരിപ്പ്. 5 ദിവസമായി അല്ലി പ്രസവിച്ചിട്ട് ഇന്ന് ഡിസ്ചാർജാണ്. മെഡിസിൻ കൂടെ വാങ്ങിയാൽ വീട്ടിലേക്ക് പോകാം. അതിന് സെലിനും ബിന്ദുവും കൂടെ പോയിരിക്കുവാണ്. ഇതുവരെ അരമന വീട്ടിലുള്ളവർ ഡെലിവറി കഴിഞ്ഞ കാര്യം അറിഞ്ഞോ ഇല്ലയോ? ഇതുവരെ ആരും വന്നിട്ടില്ല. അതിൻ്റെ ആശ്വാസത്തിലാണ് ആൽഫി. ഈമ, വേദന വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മടിക്കാതെ പറയണേ. ബെഡിൽ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് അവൾക്കരികിലിരുന്ന് ആ കവിളി തലോടിക്കൊണ്ട് ആൽഫി പറഞ്ഞു. വേദനയൊന്നുമില്ല ആൽഫിച്ച. ബെഡിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്ന ആ പൈതലിനെ നോക്കി അല്ലി മൃദുവായി പറഞ്ഞു. അവൾ പറഞ്ഞതിന് ഒന്ന് മൂളിക്കൊണ്ട് അവൻ മോനോട് ചേർന്ന് ബെഡിൽ ചാഞ്ഞു കിടന്നു. ഈ ചെക്കൻ അപ്പായുടെ മോനാണെന്ന് സെലിൻ ആൻറ്റി പറഞ്ഞ് അവൻ അടുത്ത് കിടന്നതും കണ്ണൊന്ന് ചിമ്മിത്തിറന്നു നോക്കി. ചോരച്ചുണ്ട് ഒന്ന് ഞൊട്ടി നുണഞ്ഞുകൊണ്ട് വീണ്ടും ഉറങ്ങുന്ന കുഞ്ഞിനെയും അവൻ്റെ ചെയ്തികൾ കൊതിയോടെ നോക്കിക്കാണുന്ന ആൽഫിയെയും മാറി മാറി നോക്കി അല്ലി പറഞ്ഞു. അത് സത്യമാണല്ലോ, ഇത് അപ്പായിയുടെ പൊന്നാണ്. അപ്പായിയുടെ മാത്രം പൊന്നല്ലട കുഞ്ഞ. തല വലം കൈയിൽ താങ്ങിക്കിടന്നു പറഞ്ഞുകൊണ്ട് ഭാവിയുടെ കവിളിൽ മൃദുവായി ചുണ്ടു ചേർത്തു ആൽഫി. അല്ലി അതിയായ സ്നേഹത്തോടെ സന്തോഷത്തോടെ അപ്പനെയും മോനെയും നോക്കിയിരുന്നു. മെഡിസിനൊക്കെ കിട്ടി ആൽഫി, ഇനി നമുക്ക് പോയാലോ? ബാഗിലേക്ക് മരുന്നൊക്കെ കൊണ്ടുവന്ന് ശ്രദ്ധയോടെ വെച്ചിട്ട് അല്ലിയെ കണ്ണിമയ്ക്കാതെ നോക്കിയിരിക്കുന്നവനോട് സെലിൻ തിരക്കി. പിന്നെന്താ, പോവാലോ, ഇനിയൊന്നുമില്ല, എല്ലാം റെഡിയാക്കി വെച്ചു. പെനോയും അലീനയും വന്നിട്ടുണ്ട്, അവരിപ്പോൾ ഇങ്ങ് കയറി വരും. അല്ലിയിൽ നിന്ന് നോട്ടവും മാറ്റി മോൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് ആൽഫി പറഞ്ഞു. നമുക്ക് വീട്ടിൽ പോവാടാ കുഞ്ഞാപ്പൂ. മോനെ ശ്രദ്ധയോടെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സെലിൻ ചോദിച്ചു. പിന്നെന്താ, പോവാലോ, ദേ ഞങ്ങളും ഇങ്ങ് എത്തി. വാതിൽ തുറന്ന് അകത്തേ കയറി വന്ന ബിനോയ് പറഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ബാഗുകളൊക്കെ എടുത്ത് ബിനോയും അല്ലിയെ ചേർത്ത് പിടിച്ചു. ആൽഫി മുന്നിലിറങ്ങി, പിന്നാലെ കുഞ്ഞുമായി സെലിനും ബിന്ദുവും. എല്ലാവരും കൂടി ദൈവേലിക്കലേക്ക് തിരിച്ചു. ഞാൻ അന്നേ പറഞ്ഞില്ലേ പ്രഭേട്ട, കുഞ്ഞിനെ അവർക്ക് മാത്രമായി തട്ടിയെടുക്കാൻ വേണ്ടിയാണ് അന്ന് ആ ചെറുക്കനെ അങ്ങനെയൊക്കെ കാണിച്ചതെന്ന്. ഇതിപ്പോൾ പ്രസവിച്ച് ഒരാഴ്ചയായിട്ട് നമ്മളോട് ഒരു വാക്ക് വിളിച്ചു പറയാൻ തോന്നിയോ അവർക്ക്? എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ ചോരയല്ലേ. ആ ഓർമ്മ പോലും അല്ലിക്കില്ലാതെ പോയല്ലോ. അലി പ്രസവിച്ച കാര്യം ആൺകുഞ്ഞാണെന്നൊക്കെ ആരോ പറഞ്ഞറിഞ്ഞതും കരഞ്ഞുകൊണ്ട് പ്രഭാകരനോട് പറഞ്ഞതാണ് വനജ. നീ ഇങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കാതെ. നിന്റെ അന്നത്തെ പ്രകടനം കൊണ്ടാണ് അല്ലിക്ക് പെട്ടെന്ന് വയ്യാതെയായതും സിസേറിയൻ വേണ്ടി വന്നതും എന്നാണ് ഞാൻ അറിഞ്ഞത്. പ്രഭാകരൻ അവരെ ഒന്ന് അടക്കാനുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞു. ഞാനെന്ത് ചെയ്തെന്നാണ് പ്രഭേട്ടൻ പറയുന്നത്? കുഞ്ഞിനെ പ്രസവിച്ച് ഇങ്ങ് തരാൻ ഞാൻ അലിയോട് പറഞ്ഞു ഇല്ലല്ലോ. അവർ പൊട്ടിത്തെറിച്ചുകൊണ്ട് തിരക്കി. പ്രസവിച്ചു തരാൻ നീ പറഞ്ഞില്ല, പക്ഷേ കുഞ്ഞിനെ ആദ്യം വാങ്ങാനുള്ള അവകാശം നിനക്കാണെന്ന് പറഞ്ഞത് നീ മറന്നുപോയോ വനജെ? രൂക്ഷമായി അവരെ നോക്കിയ അയാൾ. അതൊന്നും ഞാൻ മറന്നിട്ടില്ല, ഞാൻ ഒന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ പ്രഭേട്ട. എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ കുഞ്ഞിനെ കാണാൻ? അവൻ നമ്മുടെ ആദ്യത്തെ പേരക്കുട്ടിയല്ലേ.
എനിക്കവനെ കാണണം. ഒന്ന് കണ്ടാൽ മതി. മൂക്ക് വലിച്ചുകൊണ്ട് വനജ പറഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നെ പോയി കാണാം. നീയപ്പോൾ ഒന്ന് സമാധാനപ്പെട്. അവരുടെ പരവേശം വെപ്രാളം കൊണ്ട് അയാൾ അവരെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. വിനുവിനെ ഒന്ന് വിളിച്ചു നോക്ക് പ്രഭേട്ട. അവൻ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കുഞ്ഞിനെ കാണിക്കാതെ ഇരിക്കാൻ പറ്റില്ല. കണ്ണുനീരോടെ ഫോൺ കയ്യിലെടുത്ത് അയാളെ ഏൽപ്പിച്ചുകൊണ്ട് വനജ പറഞ്ഞു. നീ ഒന്ന് മിണ്ടാതെ ഇരിക്കുന്നുണ്ടോ വനജെ? ഇവിടുന്ന് ആരും ഒരിടത്തും പോകുന്നില്ല. ഇവിടുന്ന് പോകുമ്പോഴും അല്ലിയുടെ വയറ്റിൽ ആ കുഞ്ഞുണ്ടായിരുന്നു. എന്നിട്ട് തന്നെയല്ലേ നിന്റെ മോൻ അവൾക്കൊപ്പം ഈ വീട്ടിൽ തന്നെ അഴിഞ്ഞാടിയത്. എന്നിട്ടിപ്പോൾ അവൻ വേണ്ടാന്ന് പറഞ്ഞ കുഞ്ഞിനെ കാണാൻ അവൾ മോനെ വിളിക്കുന്നു. രൂക്ഷമായി അയാൾ പറയുന്നത് കേൾക്കെ അവർ കണ്ണുനീരോടെ അയാളെ നോക്കി.